ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് അഥവാ ഇലക്ടോറൽ ഡ്രാഫ്റ്റ് അതെങ്ങനെ എടുക്കാമെന്നാണ്. അതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ എടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊടുത്ത് വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ തന്നെയാണ് നമ്മൾ പുതിയ വോട്ടിങ്ങിന് അപേക്ഷിക്കുകയും ചെയ്യുന്നതും കറക്ഷനും കൊടുക്കുകയും ചെയ്യുന്നത്. അതിൽ ഡൗൺലോഡ് ഇലക്ടോറൽ എന്ന ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ കയറുന്നത്. അങ്ങനെ ഡൗൺലോഡ് ഇലക്ടോറലിൽ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, പിന്നെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ നിയോജക മണ്ഡലം അത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ച അടിച്ചു കൊടുക്കുക. താഴെ കാണുന്ന ക്യാപ്ച അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ താഴെ കുറച്ച് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബൂത്ത് പേര് അറിഞ്ഞിരിക്കണം. കാരണം ബൂത്ത് നമ്പർ മാറാൻ സാധ്യതയുണ്ട്, എന്നാൽ ബൂത്തിൻ്റെ പേര് മാറാൻ സാധ്യതയില്ല. ചിലപ്പോൾ മാത്രമാണ് ഒന്നിൽ കൂടുതൽ ഒരു 1000 കൂടുതൽ വോട്ടേഴ്സ് ഉണ്ടെങ്കിലാണ് അതിങ്ങനെ ബൂത്ത് മാറാൻ സാധ്യതയുള്ളൂ. അതായത് ഇപ്പോൾ ബൂത്ത് അറിയാമെങ്കിൽ ബൂത്ത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. ആ PDF എടുത്ത് നോക്കുമ്പോൾ വായിച്ചു നോക്കുക. ഇപ്പോൾ നിയമസഭ നിയോജകമണ്ഡലം ആലുവ, ഇനി അതായത് ഇത്രയും വോട്ടേഴ്സ് ഉണ്ടാവും. അപ്പം അവസാനം കിടക്കുന്നതായിരിക്കും പുതിയ വോട്ടിങ്ങിന് നിങ്ങൾ അപേക്ഷിച്ചതാണെങ്കിൽ അവസാനമായിരിക്കും ആ ലിസ്റ്റിൽ വരുന്നത്. ഇതിപ്പോൾ 838 വോട്ടേഴ്സ് ഉണ്ട് ഈ ലിസ്റ്റിൽ. അങ്ങനെ നമുക്ക് ഈ വലതുവശത്ത് കാണുന്ന UZO ആണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത്, അതായത് വോട്ടർ ID നമ്പർ. ഈ ഇടതുവശത്ത് കാണുന്നത് ഒന്നെന്ന് എഴുതിക്കുന്നതാണ് ക്രമ നമ്പർ മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ എപ്പിക് നമ്പർ അത്